ഇന്നത്തെ സ്പെഷ്യൽ നല്ല കേരൻ മീൻ മുളകിട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത്. നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നല്ലോണം ചൂടാക്കിയിട്ട് അത് നല്ലോണം പേസ്റ്റ് പോലെ നല്ലോണം അരച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ചട്ടി വെച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂക്കട്ടെ, വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിവേപ്പിലൊക്കെ ഇടാം. കറിവേപ്പിലയ്ക്ക് ഇവിടെ കുറച്ച് ക്ഷാമമാണ്, അപ്പോൾ കുറച്ച് കിട്ടിയുള്ളൂ കറിവേപ്പില. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂട്ടത്തിലിട്ട് നല്ലോണം വഴറ്റുക. അപ്പോഴേക്കും നല്ല സ്മെല്ല് വരെ. അപ്പോഴേക്കും നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കിയില്ല, അതൊന്ന് ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക നല്ലോണം. അത് അരച്ചെടുത്ത് അതും ഉള്ളി മൂപ്പിച്ചതിൽ ഇട്ട് കൊടുത്ത് നല്ലോണം അതൊന്ന് പച്ചമണമൊക്കെ മാറി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം. അത് കഴിഞ്ഞിട്ട് പുളി, ഞാൻ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. കുടംപുളി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. കേരമീൻ ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും കേരമീൻ ഇടാം. കേരമീൻ വാങ്ങിയത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കറി വെക്കാനെടുത്താണ് കേട്ടോ. അപ്പോൾ അത് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴേക്കും നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേരമീൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ.